കറണ്ട് അങ്ങനെ ചാവിടെ ഒരു കാത്തണ്ട് ഇയാള് ചൊന്നുപോയിട്ട് ഹബീബായ തങ്ങലൊന്തു ചൊല്ലണ്ട കാത്തക ശാപ ബൈക്കു തീറ ഒരാളും ശാപ ബൈക്കു തീറ ഒന്നും ശാപ ബൈക്കു തീറ എന്തേ കാരണ നിങ്ങ വെച്ച ശാപ ഉണ്ടല്ലേ ആ ശാപ ആരക ബൂളണ ആ ബൂളണായ ആലക അർഹത ഇല്ലാണ്ട് കണ്ടെങ്കിൽ ആ ശാപ തിരിച്ചിട്ട് നിങ്ങകെ വന്നിട്ട് തട്ടറ് പിന്നെ എല്ലാ നാശം നക്കയായിട്ടിക്കൂ ശാപ വെച്ചവണകായിട്ടിക്കൂ ഇക്കട്ടെ നാ ചൊന്നോണ്ട് വന്നു ഒരു കാത്ത് വന്നപ്പോ ഇതാ ഞങ്ങ കടൽ അതാ ഞങ്ങളെ ഈ ബോട്ടുണ്ടല്ലേ പൊലിഞ്ഞിട്ട് ഞങ്ങ കടലൊക്കെ പോലകായിട്ട് ആ ടൈമിലായിട്ട് ഇക്കട ഒരു പക്കി വന്നു അല്ലാഹു എത്ര വലിയ കാരുണ്യമാനല്ലേ മോമിനെ റബ്ബ് തന്ന ചോറ് തിന്നിട്ട് അല്ല തന്ന തന്നി കുടിച്ചിട്ട് അല്ല തന്ന ഓക്സിജൻ എടുത്തിട്ട് റബ്ബ് തന്ന കാർബൺ ഡയോക്സൈഡ് പുറത്തിട്ടിട്ട് റബ്ബ് തന്ന ഔത്തുല് വെച്ചിട്ട് റബ്ബ് തന്ന വാഹനത്തില് പോയിട്ട് റബ്ബ് തന്ന കൈ കൊണ്ട് റബ്ബ് തന്ന കാല് കൊണ്ട് റബ്ബ് തന്ന കണ്ണുകൊണ്ടു ഓരോ അവയവ ഉപയോഗപ്പെടുത്തിട്ട് റബ്ബ് തന്ന നാവ് കൊണ്ട് പൽക്ക പറഞ്ഞിട്ട് റബ്ബ് തന്ന കണ്ണുകൊണ്ട് കണ്ടിട്ട് റബ്ബ് തന്ന കൈ കൊണ്ട് പിടിച്ചിട്ട് റബ്ബ് തന്ന കാതുകൊണ്ട് കേട്ടിട്ട് റബ്ബ് തന്ന ഖൽബ് കൊണ്ട് ചിന്തിച്ചിട്ട് റബ്ബ് തന്ന കാലുകൊണ്ട് നടന്നിട്ട് പോയിട്ട് ഈ ആക്കിയത് റബ്ബ് പൊരുത്തപ്പെടാത്തതായിട്ടില്ലെങ്കിൽ പോലും റബ്ബ് ഞങ്ങളെ കണ്ണട കാഴ്ച തിരിച്ചെടുത്തില്ല റബ്ബ് ഞങ്ങളെ കണ്ണട കാഴ്ച തിരിച്ചെടുത്തില്ല റബ്ബ് ഞങ്ങളെ ചിന്താശേഷി തിരിച്ചെടുത്തില്ല ആ റബ്ബ് എത്ര വലിയ കാരുണ്യവാനല്ലേ ഈ പെണിങ്ങ ഈ ഡ്രസ് തുന്നിര എന്തിക് അത് വിത്തിട്ട് ബാണ്യാക്കിട്ട് പെൺമക്കളെ ബൽത്തുകവേനായിട്ട് പക്ഷേ ഈ പെണിങ്ങ തുന്നിയ ഡ്രസ് കൊണ്ടിട്ട് ആരക ഉപകാര കിട്ടിത്ത് അതാ ബോട്ട് പൊളിഞ്ഞിട്ട് കടലുക പോന്നിട്ട് മുങ്ങണായ മനുഷ്യന്മാർക്ക് ഉപകാര കിട്ടിത്ത് അവിടെ ഒരു പക്കി വന്ന് ഈ പക്കി ഇതാ ഈ ഡ്രസ്സുകളെ ഇട്ട് കൊടുത്തു തുണികളെ ഇട്ട് കൊടുത്തു ഈ ബാണ്യത്തങ്ങ ചൊന്നാറ് ഞങ്ങ ഈ തുണി എന്താക്കി ആ കീരി ഓരോ തുണി കൊണ്ടിട്ടു ഈ ബോട്ടിലുള്ള ഓരോ ഒട്ടയ്ക്ക് ഞങ്ങ വെച്ചു കൊടുത്ത തണ്ണിപത്ര ഒട്ടയ്ക്ക് ഞങ്ങ വെച്ച് കൊടുത്ത ഞങ്ങ രക്ഷപ്പെട്ട ಅದರ പേരിൽ പാവത്തങ്ങ സ്വതക്ക കൊടുക്കുക ഞങ്ങ നീയത്താക്കിയ അതാ അതുകൊണ്ടായിട്ട് കിടന്നങ്ങ വന്നുറോ ദാവൂദ് നബി അലൈഹിസ്സലാമി പെണ്ണുങ്ങളെട്ട ചൊല്ലു ഇപ്പ നോക്കിയാറാ നിങ്ങളെ റബ്ബ് നീതിമാന അതല്ല അക്രമിയ എന്തേ കാരണ നിങ്ങ സാമാന്യായിട്ട് സ്റ്റിച്ചാക്കിയ ഡ്രസ്സും പോയിട്ട് മാർക്കറ്റിൽ വിത്തിട്ടിന്നെങ്കിൽ നിങ്ങൾക്ക് കാലി കിട്ടണോ ഇതെത്തര കാലി 10 ദീനാറ് മാത്ര ഇപ്പ ആ 10 ദീനാറ് ബദലുക അല്ലാഹു തആല നിങ്ങൾക്ക് 1000 ദീനാർ തന്നില്ലേ 1000 ബംഗാര നാണ്യ തന്നില്ലേ ആ റബ്ബ് നീതിമാന അതല്ല ആ റബ്ബ് അക്രമിയ അതുകൊണ്ടല്ലേ ഖുർആനിൽ മഹാന്മാരെ ಬಗ್ಗೆ ചൊന്നപ്പോ ചൊന്ന യുമിനൂന ബില്ലാഹ് അല്ലാഹുടെ മേലെ നല്ല നമ്പിക്കുന്നുണ്ട് ಅದರೊಟ್ಟಿಗೆ ಅಂತ್ಯನಾളിൽ ನಂಬಿಕೆ ಬೇಣು ಇದು ಚೊನ್ನುಟ್ಟು ಅಲ್ಲಾಹು ತആല ಮಹಾನ್ಮಾರയിൽ ಉಳ್ಳೋ ಜಂಡಾಮತ್ತ ಸ್ವಭಾವ ಎಂದ್ರೆ വയഅ്മുറൂന ബിൽ മഅറൂഫി മഹാന്മാർ ആൽമാരൊട്ട നല്ലതുകൊണ്ട് കൽപ്പിക്കടാറ് അപ്പൊ വളരെ മുക്കാലായിട്ട് അർത്ഥം ಇನ್ನೊಂದು ಕಾಲು ಮಾತ್ರ ಬಾಕಿ ಭಾರಿ ಗೋಸಿ ಈ ವಾಲು ಚೊಲ್ಲದರ ನಡುಲು ಪೆಣ್ಣಿಗಳ ಭಾಗಕ್ಕೆ ಬಕೆಟ್ ಕೊಂಪೌಂಡಾರು ಚೊಲ್ಲುಂಬುಂಡಲ್ಲಿ ಭಯಂಕರ ಗೋಸಿ ಎಂದರ ಅರ್ಥ പിന്നെ ഒരു 4% ಮಾತ್ರ ಬಾಕಿ ಉಳ್ಳೇ ಅಪ್ಪ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ವಾಲು ನಿಪಾಟೋಗಾಯ್ತು ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಉಮ್ಮಮಾರೆ ಭಾಗಕ್ಕೆ 10 ಆവുമ്പോ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ದುആರ್ന്നിട്ട് എല്ലാം പോണം അല്ലാഹു തആല തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു ಬೇಗ ನಿಪಾಟೋ ತೌಫೀಕ್ ತರട്ടെ
അപ്പൊ പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് വന്നുകൊണ്ടുണ്ട് ഉമ്മമാരെ നല്ല സംഭാവന അതിൽ ഇടറൂ. അല്ലാഹു തആല എന്തോ ഉദ്ദേശം വെച്ചിട്ടായി സംഭാവന ഇടരെ എല്ലാം ഇവിടെ മറപ്പെട്ട് കിടക്കട്ടെ. മഹാന്മാരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശം എല്ലാം ഹാസിലാക്കി തരട്ടെ. അപ്പൊ ഞാൻ ചൊന്ന വിഷയം മറക്കണ്ട. രണ്ടാമത്തെ സ്വഭാവം മഹാന്മാരെ നല്ലത് കൊണ്ട് കൽപ്പിക്കിടാറ്, മഹാന്മാര് ചീത്തയായതിനെ വിരോധിക്കിടാറ്. പിന്നെ അല്ലാഹു തആല നാലാമതായിട്ട് ചൊന്നു വയുസാരിഊന ഫിൽ ഖൈറാത്ത്. ആ മഹാന്മാരൊരു നല്ലതാക്കുമ്പോ അങ്ങ് ഡിലേ ആക്കില്ല. ഒരു നല്ലതാക്കുമ്പോ അങ്ങ് വേഗ നല്ലതാക്കിടാറ്. അത് പിന്നത്തേക്ക് അങ്ങ് നീട്ടി വയ്ക്കില്ല. നല്ലതങ്ങ് ഡിലേ ആക്കില്ല, പിന്നത്തേക്ക് അങ്ങ് നീട്ടി വയ്ക്കില്ല. ഈ നാല് സ്വഭാവമുള്ള ആൽമാര് ഇത് ചൊന്നിട്ടല്ല ചൊന്നെന്തരെ വഉലൈക മിനസ്സാലിഹീൻ. അങ്ങായിട്ടിക്കിടാറ് സ്വാലിഹീങ്ങ. ഒന്ന് അല്ലാഹുവിൽ നല്ല ഈമാന് വേണു, അന്ത്യനാളിലെ ഈമാന് വേണു. രണ്ട് നല്ലതുകൊണ്ട് ആൽമാരൊട്ട കൽപ്പിക്കണു. മൂന്ന് തപ്പിട തൊട്ട് ആൽമാരൊട്ട വിരോധിക്കണു. നാലാമത്തത് ഒരു നല്ലതാക്കുമ്പോ ഡിലേ ആക്കണ്ട, സ്പീഡാക്കറൂ. ഈ നാല് സ്വഭാവമുള്ള ആൽമാര് വഉലൈക മിനസ്സാലിഹീൻ. അങ്ങ് മഹാന്മാർ, അങ്ങ് സ്വാലിഹീങ്ങാണ്ട് ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലു. ആ മഹാന്മാരെ ಬಗ್ಗೆ ഞങ്ങൾ പഠിക്കണു, മഹാന്മാരെ ചരിത്ര കേൾക്കണു, മഹാന്മാരെ ചരിത്ര ഓതണു. അത് വാട്സപ്പിലായെങ്കും സമാ. പണ്ട് അതാ ഞങ്ങൾ ബുക്കിലോതിയോണ്ടിന്ന, പണ്ട് ഞങ്ങൾ ബുക്കിലോതിയോണ്ടിന്ന. ഇപ്പൊ എല്ലാ പക്കത്തും ബുക്കും പോണോണ്ടില്ല. അതേ ടൈമില് കയ്യില് മൊബൈലുണ്ടോ, മൊബൈല് നോക്കാ. ആ മൊബൈലില് നല്ലത് നോക്കാ, ആ മൊബൈലില് നല്ലത് കേക്കാ. പക്ഷേ നല്ലത് കേക്കടത് കൊണ്ടിട്ട് തപ്പുകത് എത്തുക തീരാ, തപ്പുകെത്തു പാട്ടുക തീരാ. മഹാന്മാരെ ಬಗ್ಗೆ ചരിത്രം. അല്ലാ വാട്സപ്പിൽ പണ്ട് മെസ്സേജ്. പണ്ട് വെള്ളിയാഴ്ച ജുമാഅത്ത് പോയ കൊണ്ടല്ലേ. ഇന്നലെ ഒന്നാണ് കല്യാണത്ത് വാങ്ങുന്നപ്പോ ഒന്ന്. പണ്ട് വെള്ളിയാഴ്ച പള്ളി എത്തിയെങ്കിൽ, പണ്ട് വെള്ളിയാഴ്ച പള്ളി എപ്പ 10 ഗಂಟೆಗೆ പള്ളിയിൽ ആളായിട്ട് 10 ഗಂಟೆಗೆ. എന്നിട്ടുണ്ട് ഒരു സൗണ്ട്, ഒരു സൗണ്ട് ഉണ്ട്. എന്തിനാ സൗണ്ട്? എല്ലാവരും അൽക്കാഫ് സൂറത്ത് ഓതുற വെള്ളിയാഴ്ച. ഒരു വെള്ളിയാഴ്ച ഓർത്ത് അൽക്കാഫ് ഓതിയാൻ ആ ബണ്ട വെള്ളിയാഴ്ച തോലും അവನಿಗೆ ಎಲ್ಲ ಆಫತ್ತಗೆ ಅದು ಕಾವಲಂತ ಇಮಾಮಿಂಗ ಇಂಡು ഉസ്താദ് അൽക്കാഫ് ഓതുற പോട്ട് ഉസ്താദ് വെള്ളിയാഴ്ച അവിടെ കൊണ്ടാവില്ല. പിന്നെ പള്ളിക്ക് ജുമാഅത്ത് പോണ്ടേ, എങ്ങനെ അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ പോണ്ടേ. അതിനുണ്ട് തന്നിക്ക് ഇങ്ങനെ പോണ്ട പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോണ്ടേണ്ടല്ലാണ്ട് എല്ലാരും വിഷയം ഒന്നും ഉണ്ടല്ല. കാരണം ഫുള്ളു തല ദുനിയാവിലെ ഉള്ളേ. അപ്പൊ പണ്ടൊരു 10 ഗಂಟೆ ആയെങ്കിലെ പള്ളിയില് ഹിരിയങ്ങ പാലക്കാറങ്ങെല്ലാം വെള്ളിയാഴ്ച ജുമാഅത്ത്. എന്നിട്ട് അൽക്കാഫ് ഇങ്ങനെ ഓതുന്നുണ്ട്. അൽക്കാഫ് ഓതോ ഏറ്റവും നല്ല ടൈമു വെള്ളിയാഴ്ച ജാവുകു അൽക്കാഫ് ഓതോ സുന്നത്തുണ്ട്, വെള്ളിയാഴ്ച പോലും അൽക്കാഫ് ഓതോ സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച പോലുലെ വഔലാഹു ബഅദ സുബ്ഹി, സുബഹി നിസ്കരിച്ചിട്ട് അൽക്കാഫ് സൂറത്ത് ഓതുന്നു ഭാരി നല്ല. അപ്പൊ പണ്ട് ആൽമാരത്തിൽ വേഗം വന്നിട്ട് പള്ളി അൽക്കാഫ് ഓതി. ഇന്ന് ഇണ്ടാ പണ്ടത്തെ ഗുയിങ് സൗണ്ട് ഒന്നും ഇല്ല. ഇണ്ട് പള്ളിയുടെ ഉൾക്ക നോക്കുമ്പോ ഒരു മൂത്തിൽ അപ്പുറം നോക്കുമ്പോ ഗുയിങ്, പിന്നെ ഇപ്പുറം നോക്കും ടൈം, ഇപ്പുറം നോക്കും കിനി, ഇപ്പുറം നോക്കും ജന. എന്താ കാരണം? ഓരോരുത്തർ മൊബൈൽ വേണ്ട മെസ്സേജിങ്. അല്ല അറ്റ്ലീസ്റ്റ് പള്ളിക്ക് 10 എങ്കിലും